JP അസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ശനിയുടെ വക്രഗതിയിൽ രക്ഷപ്പെടുന്ന ചില നക്ഷത്രക്കാരെക്കുറിച്ചാണ്. അതായത് ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്ന് കുറേ കൂടി മെച്ചപ്പെട്ട ഒരു അനുഭവവും അതുപോലെ തന്നെ പുരോഗതിയും ഉയർച്ചയും ഒക്കെ ഉണ്ടാകുന്ന 9 നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്കറിയാം, ശനി ഇപ്പോൾ നിൽക്കുന്നത് കുംഭൻ രാശിയായ മൂലത്രികോണത്തിലാണ് എന്നുള്ളത്. അപ്പം കുംഭൻ രാശി മൂലത്രികോണത്തിൽ ശനി നിൽക്കുമ്പോൾ പരസ്ത്രീധനം ലഭിക്കും എന്നുള്ള ഒരു സൂചനയുണ്ട്. അതായത് മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ധനം ഇങ്ങോട്ട് ലഭിക്കുന്നു എന്ന്. അതുപോലെ എവിടെ ഒരു മേൽക്കോയ്മ ലഭിക്കുന്ന ഒരു കാലമാണ് ഈ വക്രഗതി സമയം. അപ്പോൾ മേൽക്കോയ്മ എന്ന് പറയുമ്പം ഏത് കാര്യത്തിലും മറ്റുള്ളവരുമായി ബന്ധപ്പെടുമ്പോൾ അവിടെ ഒരു പ്രധാനിയുടെ വേഷം അല്ലെങ്കിൽ ഒരു ലീഡറുടെ വേഷം ഇവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ സന്ദർഭം പോലെ ആവശ്യം വരുമ്പോൾ കള്ളം പറയാൻ ഇവർക്കൊട്ട് മടിയുണ്ടാകത്തുമില്ല. സുഖത്തിൽ ഇവർക്ക് ദിവസം തോറും പ്രിയം കൂടും. കാരണം സുഖം ഒരു തലയ്ക്ക് പിടിച്ച് കഴിയുമ്പോൾ കൂടുതൽ സുഖം ഉണ്ടാകുന്നതിന് വേണ്ടി ഇവർ ആഗ്രഹിക്കുകയും ആ രീതിയിലൊക്കെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്യും. അപ്പം സുഖത്തിന് വേണ്ടി ലഹരി ഉപയോഗം ആണെങ്കിൽ അത് വളരെയേറെ സൂക്ഷിക്കണം. അത് പിന്നീട് വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പം അത്തരം സുഖത്തിന് വേണ്ടിയൊന്നും ആരും മെനക്കെടാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ലാഭത്തിന് വേണ്ടി കൂടെ നിൽക്കുന്നവരെയും ഉപയോഗിക്കാനുള്ള ഒരു കഴിവ് ഈ വക്രഗതിയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. സ്ത്രീ സുഖം, ധനം എന്നിവ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ, അതായത് ഇങ്ങോട്ട് ഏത് രീതിയിലായാലും ഈ സ്ത്രീയും സുഖവും ധനവും അതുപോലെ തന്നെ മേൽക്കോയ്മയും അധികാരവുമൊക്കെ നേടാനുള്ള ഒരു ശ്രമം, അതാണ്. പുറമേ ഇവർ വലിയ ചിട്ടയും അതുപോലെ വെടിപ്പും ആഡംബരവും ഒന്നും കാണിക്കാൻ മെനക്കെടാറില്ല. കാരണം അതിനൊന്നും വലിയ താല്പര്യം പ്രത്യേകിച്ച് ഈ ശനി കുംഭൻ രാശിയിൽ നിൽക്കുമ്പോൾ വക്രഗതിയിലുള്ളവർക്കും ശനിയുടെ ആനുകൂല്യം അനുഭവിക്കുന്നവർക്കും വലിയ ഫാഷനോ അതുപോലുള്ള കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. എന്നാൽ ആത്മീയമായ കാഴ്ചപ്പാട്, അതായത് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ആത്മീയ ചിന്ത, അത് ഇവർക്ക് തോന്നുന്ന ഒരു കാലഘട്ടമാണ് എന്നുള്ളതാണ്. നേരത്തെ അങ്ങനൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു എങ്കിൽ തന്നെയും ഈ വക്രഗതിയിലും അതുപോലെ തന്നെ മൂലത്രികോണത്തിലുമൊക്കെ ശനി നിൽക്കുമ്പോൾ ആ ആനുകൂല്യം ലഭിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇച്ചിരി ആത്മീയതയൊക്കെ മനസ്സിൽ തോന്നുകയും ഇച്ചിരി ഈശ്വര വിശ്വാസവും അതുപോലെ വേദശാസ്ത്ര പുരാണങ്ങളെക്കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിക്കാനോ ഒന്നുമില്ലെങ്കിൽ സീരിയലിനകത്തോ അല്ലെങ്കിൽ ടി വിയിലോ അത്തരം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കാണാനും ഒക്കെ ഉള്ള ഒരു ഇൻട്രസ്റ്റ് അവർ കാണിക്കും എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ വക്രഗതിയിലെ സമയത്ത് ഈ 9 നക്ഷത്രക്കാരിൽ അധികാരികളിൽ നിന്ന് പോലും നല്ല അനുഭവം ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഒരു നല്ല പെരുമാറ്റം, ഇവരോടൊരു പ്രത്യേക മാന്യത, ഒരടുപ്പം, ഇതൊക്കെ കാണിക്കുന്നു എന്നുള്ള ഉത്തരവാദിത്വമുള്ള പല ചുമതലകളും ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ കാലയളവിൽ വന്നു ചേരും എന്നുള്ളതാണ്. വാഹനയോഗം, അതുപോലെ വീട്ടിലെ സുഖസൗകര്യങ്ങൾ, ഇതെല്ലാം തന്നെ വർദ്ധിക്കുകയും ചെയ്യും. ചില അവസരങ്ങളിൽ അല്പം സാഹസികത ഇവർ പ്രകടിപ്പിക്കുകയും ചെയ്യും. അതുപോലെ സഹോദരങ്ങളുമായും ഒക്കെ ഉള്ള ബന്ധം കുറേ കൂടെ മെച്ചമാകും. പൊതുവേദിയിലും പൊതുജനങ്ങളുമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും അതുപോലെ അവരുമായിട്ടുള്ള ഒരു ആത്മവിശ്വാസവും അവരുമായിട്ടുള്ള ആ ഒരു അടുപ്പത്തിനുമൊക്കെ കുറച്ചുകൂടി ഒരു ബലവും അതുപോലെ തന്നെ മെച്ചപ്പെട്ട ഒരു അനുഭവമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുപോലെ വിശാലമായ ആത്മവിശ്വാസം, അത് കുറേ കൂടെ കോൺഫിഡൻസ് കുറേ കൂടി ഇവർക്ക് എന്തും ചെയ്യാനുള്ള ആ ഒരു ഉന്മേഷം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നേരത്തെ എന്ന് പറയുമ്പോൾ ഇച്ചിരി അലസതയും വേണോ വേണ്ടായോ അങ്ങനെയൊക്കെയുള്ള ചില അവസ്ഥകളുമൊക്കെ, അതിൽ നിന്നൊക്കെ കുറച്ചുകൂടിയൊക്കെ മെച്ചം, ഒരു കോൺഫിഡൻസും ഒക്കെ ഒരു ഊർജ്ജസ്വലതയൊക്കെ ഇവർക്കുണ്ടാകുന്നു എന്നുള്ളത്. അതുപോലെ വിശാലമായ ഒരു ബുദ്ധി വൈഭവം ഇവർക്ക് ഉണ്ടാകുന്നു. ഉത്കൃഷ്ടതയും സൽസ്വഭാവവും പ്രകടിപ്പിക്കാൻ ഇവർ എന്ന് പറഞ്ഞാൽ, ഞാൻ വളരെ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്, എൻ്റെ സ്വഭാവം വളരെ മെച്ചപ്പെട്ടതാണ് എന്നൊക്കെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ചില ദാനധർമ്മങ്ങളൊക്കെ
ഇവർ ചെയ്യാനും ഈ കാലത്തിൽ മടിയൊന്നും കാണിക്കത്തില്ല. കാരണം ഞാൻ ഇച്ചിരി വിശാല മനസ്ഥിതിയുള്ള ആളാണ് എന്നൊക്കെ മറ്റുള്ളവരെ ധരിപ്പിക്കാൻ വേണ്ടി. പിന്നെ ഈ പ്രത്യേകിച്ച് പറയുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നവരെ സംബന്ധിച്ചിടത്തോളം, അപ്പം വാദസംബന്ധമായ അസുഖങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ആരോഗ്യ വിഷയങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രയാസം നേരിട്ടിരുന്നവർക്ക് അതിൽ നിന്നൊക്കെ ഒരു ആരോഗ്യം വീണ്ടെടുക്കാനും സുഖം പ്രാപിക്കാനും ഒരാശ്വാസമുണ്ടാകാനും അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം ഈ വക്രഗതി സമയത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പിന്നെ സാമ്പത്തികമായിട്ട് വളരെയേറെ പ്രയാസപ്പെടുകയും അതുപോലെ കടബാധ്യതയൊക്കെ ഉണ്ടായിരുന്നവർക്ക് പിന്നെ അതെങ്ങനെ വീട്ടണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നൊക്കെ ഒരു ലക്കും ലഗാനും ഇല്ലാതെ ആകപ്പാടെ മാനസികമായിട്ട് ടെൻഷനൊക്കെ അനുഭവിച്ചിരുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നൊക്കെ മോചനം ഒരു പരിധിവരെയൊക്കെ മോചനം ലഭിക്കാനും എന്തെങ്കിലുമൊക്കെ അതിനൊരു വഴി കണ്ടെത്താനുള്ള സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആരോഗ്യം, സാമ്പത്തികം ഈ വിഷയങ്ങൾ നേരിടേണ്ടി വന്ന പ്രയാസങ്ങൾ ഒക്കെ നേരത്തെ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ കഷ്ടപ്പാടും പ്രയാസത്തിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ശത്രുതാ മനോഭാവത്തോടു കൂടി കണ്ടിരുന്നവർ, അപ്പം നേരത്തെ നമ്മളുമായിട്ട് അത്ര സ്വരച്ചേർച്ചയില്ലാതെ ഇച്ചിരി മാനസികമായിട്ടൊക്കെ അകൽച്ചയൊക്കെ ഉണ്ടായിരുന്നവരും ഇച്ചിരി ശത്രുതയൊക്കെ കാണിച്ചിരുന്ന ആ വ്യക്തികളുമൊക്കെ കുറേ കൂടി ആ ശത്രുതയൊക്കെ മറന്ന് നമ്മളോട് അടുക്കാനും യോജിക്കാനും ഒക്കെ ഉള്ള ഒരു കാലഘട്ടവും കൂടിയായിട്ട് വരുന്നു എന്നുള്ളതാണ്. ശത്രുതയൊക്കെ മാറ്റിവെച്ച് സൗഹൃദം സ്ഥാപിക്കാനുള്ള ഒരു ശ്രമവും ഒക്കെ വരും. അതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ ഈ വക്രഗതി കാലത്ത് ശത്രുക്കളെ ഇല്ലാതാക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കുടില ശക്തിയെ ഇല്ലാതാക്കാൻ ഇവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ കന്നുകാലിയെ, കൃഷിയെ ഇങ്ങനെയൊക്കെ ഉള്ളവർ, കരാർ ജോലിക്കാർ, കാരണം ഈ ശനിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കൃഷിയെ സംബന്ധിക്കുന്നതും ഭൂമിയെ സംബന്ധിക്കുന്നതുമായ അനുഭവം എന്ന് പറയുമ്പം ജീവിത പ്രശ്നങ്ങളിൽ താഴ്ന്ന ജോലി, അതുപോലെ കൃഷിപ്പണി ഇങ്ങനെയൊക്കെ ഉള്ളതിന് വളരെ പ്രാധാന്യമുണ്ട്. അതുപോലെ കരാർ ജോലി, തൊഴിലാളികളെ വെച്ച് ജോലി ചെയ്ത് ജീവിതമാർഗം കണ്ടെത്തുക ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ, അതുപോലെ കന്നുകാലി വളർത്തുക, ഇതൊക്കെ ആയിരുന്നല്ലോ പണ്ടത്തെ ഏറ്റവും വലിയ വരുമാന മാർഗം. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൃഷി ചെയ്യുന്നവരും ഫാം നടത്തുന്നവരും കരാർ ജോലികൾ എന്ന് പറഞ്ഞാൽ ആൾക്കാരെ വെച്ച് പിന്നെ കോൺട്രാക്റ്റ് പണികളും അതുപോലെയൊക്കെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നവർക്കുമൊക്കെ നല്ല ഒരു അനുഭവവും അതുപോലെ ലാഭകരമായ രീതിയിലും ഈ കാലഘട്ടം മുന്നോട്ട് പോകുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഭക്ഷണം, സുഖം, സന്തോഷം, ആത്മവിശ്വാസം, ഇതൊക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഭക്ഷണം ചിലരെ സംബന്ധിച്ചിടത്തോളം എന്ത് കിട്ടിയാലും ഭക്ഷിക്കും എന്നുള്ളതാണ്. എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം നല്ല ഭക്ഷണം വേണം, രുചികരമായ ഭക്ഷണം വേണം എന്നൊക്കെയുള്ള ചില ചിട്ടകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സന്തോഷം പല രീതിയിൽ ആസ്വദിക്കുന്നവരുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് ഓരോ രീതിയിലായിരിക്കും. അത് ജനനസമയത്തിൻ്റെ മറ്റു ഗ്രഹങ്ങളുടെയൊക്കെ ആ സാധ്യത വെച്ചാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ സുഖവും സന്തോഷവും ഒക്കെ ഉണ്ടാകണം. അപ്പോൾ അതിനുവേണ്ടി പ്രയത്നിക്കണം. ആ ഒരു ആത്മവിശ്വാസം സാധാരണയിൽ നിന്ന് ഈ വക്രഗതിക്കാലത്ത് കുറച്ച് കൂടുതൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ ഈ തർക്കം, കലഹം, സമരം ഇങ്ങനെയൊക്കെ സാമൂഹികമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഇങ്ങനെയുള്ള തർക്കങ്ങളോ വഴക്കുകളോ അല്ലെങ്കിൽ കലഹോ എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അത് ഒത്തുതീർപ്പാക്കാനും അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കാനും ഒക്കെ ആയിട്ടൊരു മധ്യസ്ഥൻ്റെ റോള് ഇവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പലരും എന്തെങ്കിലുമൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവരെ സമീപിക്കുകയും സഹായം ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യവും കൂടി ഈ വക്രഗതിക്കാലത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഇവരടുത്ത് വരുമ്പോൾ പലരുടെയും പ്രശ്നങ്ങൾ ഇവർ ആ പരിഹാരം എന്ത് ചെയ്യണം എന്നൊക്കെ നിർദ്ദേശിക്കുകയും ഇവർ വേണ്ട രീതിയിലൊക്കെ ഇടപെട്ട് അത് കുറേയൊക്കെ സോൾവ് ചെയ്ത് കൊടുക്കാൻ തയ്യാറാവുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ഈ സാമ്പത്തികമായും അല്ലാതെയും എന്ന് പറയുമ്പോൾ പൊതു രംഗത്തും പൊതുജീവിതത്തിലും നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടി പുരോഗതി, അത് പല വിധത്തിൽ ഉള്ള ആ ഒരു വരവും അതുപോലെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഏറെക്കുറെയൊക്കെ സാധിക്കാൻ ഉതകുന്ന തരത്തിലുള്ള അനുകൂലമായ ചില സാഹചര്യങ്ങൾ വന്നുചേരുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് പറയുമ്പോൾ സ്ത്രീകൾക്കും ഇങ്ങനെ ഒരു
സാധ്യത വരാമല്ലോ. അപ്പോൾ അവരെ സംബന്ധിച്ച് പറയുമ്പോൾ കാര്യപ്രാപ്തിയും ഉദാര മനസ്ഥിതിയും കുടുംബത്തിലെ പല കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്താൻ കാര്യശേഷിയും ഉണ്ടാകുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ്. കാരണം ഈ വക്രഗതി കാലം മുമ്പ് പല കാര്യത്തിലും ഇല്ലാതിരുന്ന ആത്മവിശ്വാസം ഈ വക്രഗതി കാലത്തെ കുറെ കൂടി ഇവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവുകയും അവരത് ഏറ്റെടുത്ത് നടത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. കുടുംബജീവിതത്തിൽ ഭർത്താവിന് പ്രിയം തോന്നുന്ന കാലമാണ്. അതായത് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ആ ഒരു ബന്ധം കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ കുറെ കൂടി പരിഗണിക്കുകയും അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ഈ വക്രഗതി കാലം. ഭൗതിക സുഖത്തിന് ആവശ്യമുള്ള വസ്തുക്കൾ, ഇപ്പം ഭൗതിക സുഖത്തിന് ആവശ്യമുള്ള വസ്തുക്കൾ എന്ന് പറയുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നല്ല വസ്ത്രങ്ങൾ വേണം, ആഭരണം വേണം, വീട്ടുപകരണങ്ങൾ, വീട്ടിലെ സാധന സാമഗ്രികളൊക്കെ വീട്ടുപകരണങ്ങളൊക്കെ ആവശ്യത്തിന് വേണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിനൊക്കെ, അതുപോലെ ഇത്തരം വിഷയങ്ങളിൽ നേരത്തെ ചില സാമ്പത്തിക ബാധ്യതയോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ ഒരു അയവുണ്ടാകാനും ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളുമൊക്കെ പിന്നെ അതുപോലെ ശത്രുക്കളുടെ ചില ഇടപെടലുകളും അത് മാനസികമായ പ്രയാസം ഉണ്ടാക്കിയതുമൊക്കെ മാറി സുഖവും സന്തോഷവും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പല വഴികളും നഷ്ടമായിരുന്ന അവസ്ഥ അനുഭവിച്ചവർക്ക്, അതായത് ജീവിക്കാൻ വേണ്ടി പല മാർഗങ്ങളും ചിലപ്പോൾ സ്വീകരിക്കുമല്ലോ, അങ്ങനെയൊക്കെ എന്തെല്ലാം നോക്കിയിട്ടും രക്ഷപ്പെടാതിരുന്ന ആൾക്കാർക്കൊക്കെ അപ്പോൾ ഈ ഒരു സമയമെന്ന് പറയുമ്പം കുറേ കൂടി മെച്ചപ്പെട്ട പല വഴികളും ഇവരുടെ മുന്നിൽ തെളിഞ്ഞു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്നുള്ളതാണ്. അതുപോലെ സന്താനങ്ങൾ വഴിയും പങ്കാളി വഴിയും പാവപ്പെട്ട സാധാരണക്കാർ വഴിയുമൊക്കെ ഇവർക്ക് പല സഹായവും പല വിധത്തിൽ വന്നു ചേരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പ്രയോജനവും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതും പ്രധാനമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ് ഈ 9 നക്ഷത്രക്കാരാരൊക്കെയാണ് എന്നുള്ളത് ഒന്ന് സൂചിപ്പിക്കാം. അത് അശ്വതി, ഭരണി, കാർത്തിക, ഈ 3 നക്ഷത്രം മേടക്കൂറാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതുപോലെ ഉത്തരം, അത്തം, ചിത്തിര നാള്, മൂലം, പൂരാടം, ഉത്തരാടം നക്ഷത്രം. അപ്പോൾ ഈ അശ്വതി, ഭരണി, കാർത്തിക, ഉത്തരം, അത്തം, ചിത്തിര, മൂലം, പൂരാടം, ഉത്തരാടം, ഈ 9 നക്ഷത്രത്തിനാണ് ഈ ഏറ്റവും കൂടുതലായിട്ട് ഈ സമയത്ത്, അതായത് ശനിയുടെ വക്രഗതി കൂടുതൽ ഗുണകരമായി ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരുന്നത്. ഇപ്പോൾ മേടൻ രാശിക്കൂറുകാരെ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് ഭാഗ്യാധിപൻ 12-ൽ നിൽക്കുന്നത് കൊണ്ട് ചിലവ് കൂടും. അപ്പോൾ പലതിലും നഷ്ടം വരാം. കാരണം ഭാഗ്യാധിപൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതിന് 12-ാം ഭാവാധിപത്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിച്ച് അത്ര ഒരു ഗുണകരമായ ഒരു സാഹചര്യം അല്ലെങ്കിൽ വിചാരിച്ചതുപോലുള്ള ഒരു നല്ല മേന്മ ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യത, ചിലവ് കൂടുന്നു എന്നുള്ളതാണ് വരവിനേക്കാൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിലും അതുപോലെ ഏതെങ്കിലുമൊക്കെ തടസ്സങ്ങളുമൊക്കെ ഈ കാലഘട്ടത്തിൽ വരാതിരിക്കാൻ വേണ്ടി ഇവർക്ക് ചെയ്യാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ സ്ഥിതി ആയതുകൊണ്ട് വിഷ്ണു ഭഗവാനെ ഭജിക്കുകയും വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പാൽപ്പായസം നടത്തി അവിടെ പ്രാർത്ഥന നടത്തുകയും അതുപോലെ ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. കാരണം ചൊവ്വയുടെ ആധിപത്യവും കൂടി നമുക്ക് നോക്കാനുണ്ട്. ഉത്തരവത്തം, ചിത്തിര നാളുകാരെ സംബന്ധിച്ചിടത്തോളം ശിവക്ഷേത്രത്തിൽ ധാരയും കൂവളമാലയും അർച്ചനയും നടത്തണം. കാരണം ഈ പറഞ്ഞ കാര്യത്തിന് എന്തെങ്കിലുമൊക്കെ, കാരണം ഓരോരുത്തരുടെയും ജാതകവും ഓരോരുത്തരുടെയും ഗ്രഹനിലയും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. എല്ലാവരുടെയും ഒരുപോലെ എല്ലാ ഗ്രഹങ്ങളും യോജിച്ചൊന്നും നിൽക്കുന്നതായിരിക്കത്തില്ല. ഇപ്പം ഏതെങ്കിലും ഒരു നക്ഷത്രം എടുത്താൽ ആ നക്ഷത്രത്തിന് ആയിരക്കണക്കിന് ആൾക്കാർ കാണും. ഇവരൊക്കെ പല സമയങ്ങളിൽ പല കാലങ്ങളിൽ പല ആ ഒരു രീതിയിൽ ജനിച്ചവരായിരിക്കും. അപ്പോൾ ഇവരുടെ എല്ലാം ഗ്രഹനില വ്യത്യസ്തമായിരിക്കും. പക്ഷേ ചാരവശാൽ ഇങ്ങനൊരു അനുകൂല സമയം വരുമ്പോൾ ഓരോരുത്തരുടെയും സ്ഥിതി അനുസരിച്ച് വരുന്ന ചില മാറ്റങ്ങളോ ചില തടസ്സങ്ങളോ അങ്ങനെ അല്ലെങ്കിൽ ചില ഒരു അലസ മനോഭാവമോ അല്ലെങ്കിൽ നമുക്ക് അനുഭവപ്പെടാതിരിക്കാനുള്ള ഒരു യോഗമോ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ട് എങ്കിൽ അതൊക്കെ മാറുന്നതിന് വേണ്ടിയാണ് ഈ വഴിപാടുകളും പ്രാർത്ഥനയും ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഉത്തരവാദിത്തം ചിത്ര നാളുകാരെ സംബന്ധിച്ചിടത്തോളം ശിവനെ ആരാധിക്കുക, ശിവക്ഷേത്രത്തിൽ പോവുക, ശിവനെ സംബന്ധിച്ചിടത്തോളം കൂവളമാലയും
ധാരയും നടത്തുക, അതുപോലെ ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയൊക്കെ നടത്തി കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നിങ്ങളുടെ ജീവിതം കുറച്ച് മെച്ചപ്പെടാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. മൂലം പോരാട ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 6-ാം ഭാവത്തിലാണ്, അതായത് ശത്രുസ്ഥാനം എന്ന് പറയും. അപ്പം ശത്രുസ്ഥാനത്തിൽ നിൽക്കുന്ന വ്യാഴം എന്ന് പറയുമ്പോൾ ഈശ്വരാധീനം ഇല്ല, അല്ലെങ്കിൽ വളരെ കുറവാണ് എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ആ ഒരു ആനുകൂല്യം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. അതും ഇതുപോലെ തന്നെ വ്യാഴം സർവേശ്വരാണാം ഗുരു, സകല ദേവന്മാരെയും പ്രതിനിധീകരിക്കുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം എന്നതുകൊണ്ട് തന്നെ ആ വ്യാഴം വിഷ്ണുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചെയ്താൽ മതി. വിഷ്ണുവിൻ്റെയോ ശ്രീകൃഷ്ണൻ്റെയോ അതുപോലെ വിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളുടെയോ ക്ഷേത്രത്തിൽ പോവുക, പാൽപ്പായസം കഴിക്കുക, തൃക്കൈവെണ്ണ, ശ്രീകൃഷ്ണൻ്റെ ഒക്കെ ക്ഷേത്രങ്ങളാണെന്ന് വരികിൽ അവിടെ തൃക്കൈവെണ്ണയൊക്കെ ആണ് പ്രധാനമായിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വഴിപാടുകൾ നടത്തുകയും വ്യാഴാഴ്ച ദിവസമോ ബുധനാഴ്ച ദിവസമോ ഒക്കെ അവിടെ പോയി ദർശനം, വ്യാഴാഴ്ച തന്നെയാണ് ഏറ്റവും നല്ലത്, ദർശനം നടത്തുകയും ഒക്കെ ചെയ്യുക, അർച്ചനയൊക്കെ നടത്തുമ്പോൾ അത്തരത്തിലുള്ള ദൈവാധീനക്കുറവ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് മാറി നല്ല അനുഭവം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ വക്രഗതിയിൽ ശനി നിൽക്കുന്ന നല്ല ഫലങ്ങളെ നമുക്ക് അനുകൂലമാക്കാൻ വേണ്ടിയാണ് ഈ വഴിപാടിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളത്. ജാതകത്തിൽ ശനി വളരെ മോശമായും ദോഷസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് വക്രഗതിയുടെ ഫലം പൂർണ്ണമായി അനുഭവപ്പെടും എന്ന് നമുക്കൊട്ട് പറയാനും സാധിക്കില്ല. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഗുണമുണ്ടാകുന്നു എങ്കിൽ അത് നമ്മൾക്ക് അനുഭവയോഗ്യമാകുന്നതിനാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ 9 നക്ഷത്രക്കാർ അവരവർക്ക് പറഞ്ഞിട്ടുള്ള വഴിപാടുകൾ നടത്തി ഈശ്വര വിചാരത്തോടു കൂടി മുന്നോട്ട് പോയാൽ ഗുണമുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. ശനി വക്രഗതിയിൽ വരുന്ന സമയം എന്ന് പറയുന്നത് 2024 ജൂലൈ 4 മുതൽ നവംബർ 15 വരെയാണ് ഇതിൻ്റെ ഒരു കാലാവധി. അപ്പോൾ ജൂലൈ 4 മുതൽ നവംബർ 15 വരെ നമുക്ക് ഉണ്ടായിട്ടുള്ള ഗുണകരമായ ഒരു നല്ല സമയത്തെ നമുക്ക് എങ്ങനെ അത് വിനിയോഗിച്ച് അത് പൂർണ്ണമായും നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യമാണ് നിങ്ങളുമായി പങ്കുവച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ 9 നാളുകാർ നിങ്ങളുടെ സുഹൃത്തുക്കളിലോ ബന്ധുക്കളിലോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് അവരുടെ ജീവിതം കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടി സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ഈശ്വരാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.